ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഓൾറെഡി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്താണ്, ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റോ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു എലമെൻറ്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അവിടെ ഒരു സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ എലമെൻറ്റ് എന്താവത്തുള്ളൂ, ഇക്വിലിബ്രിയത്തിൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ പക്ഷേ നമ്മൾ ചെയ്തത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയിരുന്നു. അവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ക്യൂബോയിഡ് ആയിരുന്നു കൺസിഡർ, അല്ലെങ്കിൽ ഒരു പാരലോപിപ്പിഡ് ആയിരുന്നു നമ്മളവിടെ കൺസിഡർ ചെയ്തത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു റേഡിയൽ എലമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റേഡിയൽ എലമെൻറ്റ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ റേഡിയൽ എലമെൻ്റാണ്, ഹാവിങ് എ ഡിസ്റ്റൻസ് ഓഫ് dr ആൻഡ് ആംഗിൾ d θ. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാർട്ടീഷ്യനിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ഓരോ സർഫസിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനെ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ഫോഴ്സസിനെ നമ്മൾ റിസോൾവ് ചെയ്യും. നമുക്കിവിടെ വേണ്ട ഡയറക്ഷൻ പോളാർ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഡയറക്ഷൻസാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, റേഡിയൽ ഡയറക്ഷനും മറ്റൊന്നെന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. അപ്പം ഈ ഓരോ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ ഈ റേഡിയൽ ഡയറക്ഷനിലേക്കും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്കും റിസോൾവ് ചെയ്ത് അതിൻ്റെ നെറ്റ് എഫക്റ്റ് കൺസിഡർ ചെയ്താണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഓൾറെഡി ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറയുന്നൊരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്, A2 എന്ന് പറയുന്നൊരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്, A3 എന്ന് പറയുന്ന ഈ സൈഡിലെ ഈ സർഫസിൻ്റെ ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റിലൊരു സർഫസ് ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ത് തന്നെയാണ്, A3 തന്നെയാണ്. ഈ ഏരിയയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ട്രെസ്സാണ്. ആക്ച്വലി നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, നമ്മൾ സ്ട്രെസ്സിനെ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് സർഫസിലാണോ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ആ സർഫസിൻ്റെ ഏരിയ കൊണ്ട് സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ഫോഴ്സായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ഓരോ സർഫസിൻ്റെയും ഏരിയ എത്ര എന്നുള്ളതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, let A1 be the area of the curved surface അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേർവ്ഡ് സർഫസ് ഉണ്ട്. ഇതൊരു ഔട്ടർ സർഫസ് ഉണ്ട്, ഒരു ഇന്നർ സർഫസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏരിയ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഏരിയ A1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേർവ്ഡ് സർഫസ് on the outer side. ഇവിടെ ഔട്ടർ സൈഡിലെ കർവാണ് നമ്മൾ A1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് പോളാർ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് യൂണിറ്റിയാണ്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ആർക്ക് ലെങ്തിനെ ഈ ഒരു ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സർഫസിൻ്റെ A1 എന്ന് പറയുന്ന ഏരിയ നമുക്ക് കിട്ടും. അപ്പം ഈ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി, റേഡിയസിനെ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കർവ് വരെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് r+dr ആണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആംഗിളായ dθ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, ആർക്ക് ലെങ്ത് ആയിട്ട് മാറും. ആ ആർക്ക് ലെങ്തിനെ ഈ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂവിന് യാതൊരു വ്യത്യാസമില്ല, കാരണം 1 ആണ് അവിടെ അതിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, r+dr × dθ. നമുക്കത് എഴുതാം. A1 എന്ന് പറയുന്നത് r+dr × dθ × 1. അത് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് നൗ ലെറ്റ് A2 be the area of the curved surface on the, നമ്മൾ ആദ്യം ഔട്ടർ സർഫസ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇന്നർ സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇന്നർ സൈഡ്. അപ്പോൾ ഇന്നർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇതാണ് ഇന്നർ കർവ് എന്ന് പറയുന്നത്. അത് അവിടുത്തെ ആർക്ക് ലെങ്തിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, താഴോട്ടുള്ള ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം r × dθ, കാരണം ഇത്രയും വലിയ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് r × dθ ആണ്. അതിനെ
1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ ഏരിയ A2 എന്ന് പറയുന്ന ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? R ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു 1. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ 1 എഴുതിയെന്നേ ഉള്ളൂ, അത് എഴുതേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അടുത്തത് നമുക്ക് വേണ്ടത് ഈ സൈഡിലുള്ള സർഫസിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിനെ നമുക്ക് A3 എന്ന് നെയിം ചെയ്യാം. ലെറ്റ് A3 be the area of the two sides. അതെന്ന് പറയുന്നത് എത്ര വരും? അതെന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, ഈ റേഡിയൽ എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് DR ആണ്. എന്നാൽ DR ഇൻറ്റു 1 ആയിരിക്കും എന്തെന്ന് പറയുന്നത് A3 എന്ന് പറയുന്ന സർഫസിൻ്റെ ഏരിയ. അപ്പം DR ഇൻറ്റു 1. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷണൽ പാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ഞാൻ ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്ത് സ്ട്രെസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത റേഡിയൽ എലമെൻറ്റ് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ കാണുന്ന വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ തന്നെയാണ്, ഇതാണ് നമ്മുടെ റേഡിയൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി മോളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, DR ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ആർക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് R ആണ്, റേഡിയസ് R ആണ്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, കാരണം മുകളിലത്തെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് D θ ആണ്. ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇതിനകത്തിൽ ഈ ഒരു റേഡിയൽ കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്ന ബോഡി ഫോഴ്സസ്. ഇപ്പോൾ ബോഡി ഫോഴ്സസ് സ്വാഭാവികമായിട്ടും ഇവിടെ 2 ഡയറക്ഷൻസ് ആണ് വരുന്നത്, ഒന്ന് റേഡിയൽ ഡയറക്ഷനും മറ്റൊന്ന് സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. അപ്പം ബോഡി ഫോഴ്സ് എല്ലാം റേഡിയൽ ഡയറക്ഷൻ കാണും, ബോഡി ഫോഴ്സ് എല്ലാം സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ കാണും. അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് BR B θ. അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു റേഡിയൽ എലമെൻറ്റ് വോളിയമാണ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആർക്ക് ലെങ്തിനെ ഈ DR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഡിയൽ എലമെൻറ്റ് വോളിയം കിട്ടും. അതുകൊണ്ടാണ് R ഇൻറ്റു D θ ഇൻറ്റു DR എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ സർഫസിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കമ്പോണൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റേഡിയൽ ഡയറക്ഷനാണ് അല്ലേ? അപ്പം ഇവിടെ ഈ 2 സൈഡും നെഗറ്റീവ് ഡയറക്ഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, ഈ 2 ഡയറക്ഷൻ പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പം നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ നോൺ സ്ട്രെസ് കൺസിഡർ ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ RR ആക്ടിങ് ഇൻ റേഡിയൽ ഡയറക്ഷൻ, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന R ഇൻറ്റു D θ എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, R ഇൻറ്റു D θ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആർക്ക് ലെങ്ത് ആണ്. അപ്പം R ഇൻറ്റു D θ ഇൻറ്റു 1 എന്ന് പറയുന്നത് ഏരിയ ആണ്. ആ ഏരിയയെ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെന്തായിട്ട് മാറി? ഫോഴ്സ് കമ്പോണൻ്റായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ എഴുതുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ നോൺ സ്ട്രെസ്സായിട്ട് നമ്മൾ എന്തെടുത്തു? സിഗ്മ RR എടുത്തു. അത് നെഗറ്റീവ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് DR ഡിസ്റ്റൻസ് മാറി ഒരു അഡ്ജസൻറ്റ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഗ്രേഡിയൻ്റ് എത്ര ആയിരിക്കും? ഓൾറെഡി സ്ട്രെസ് ഗ്രേഡിയൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ. സ്ട്രെസ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദി വേരിയേഷൻ ഓഫ് സ്ട്രെസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസിനനുസരിച്ച് സ്ട്രെസ്സിന് വരുന്ന വേരിയേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സർഫസിലെ സ്ട്രെസ് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള സർഫസിൻ്റെ ഈ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അത് നമുക്ക് ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ്. ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ എന്താ പറയുന്നത്? ഇഫ് യു നോ എ ഫംഗ്ഷൻ f(x) അങ്ങനെയാണെങ്കിൽ അതിൻ്റെ h ഇൻ്റർവെല്ലിൽ മാറിയുള്ള പോയിന്റിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ഫംഗ്ഷൻ പ്ലസ് അല്ലേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി നോൺ ഫംഗ്ഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഫോമാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലസ് എക്സെട്ര ഉണ്ട്. പക്ഷേ നമുക്ക് ലീനിയർ വേരിയേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഹയർ ഓർഡർ ടേംസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്കിലാണ് ബാക്കി ഈ സ്ട്രെസ് ഗ്രേഡിയൻ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് സിഗ്മ RR ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? അതിൻ്റെ സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അപ്പോൾ സിഗ്മ RR പ്ലസ് നോൺ ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി നോൺ ഫംഗ്ഷൻ. അപ്പം ഇവിടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ ഏത് ഡയറക്ഷനാണ്? റേഡിയൽ ഡയറക്ഷനിലെ ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇവിടെ ഏതിന് വേരിയേഷൻ വരുന്നത്? സ്ട്രെസ്സിന് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിഗ്മ RR പ്ലസ് ഡോ ബൈ ഡോ R ഓഫ് സിഗ്മ RR ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
2 പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? dr ആണ്. ഓക്കെ, ഇൻറ്റു dr ഇൻറ്റു എന്തുകൂടെ ചെയ്തിട്ടുണ്ട്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇപ്പോൾ സ്ട്രെസ് കമ്പൗണ്ട് ആണ്. അതിന് നമുക്ക് എന്തായിട്ട് മാറ്റണം? കാരണം ഇവിടെ നമ്മൾ ഫോഴ്സിൻ്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫോഴ്സിൻ്റെ ടേംസിലാക്കണം. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ടേംസിലുള്ള ആക്കണമെങ്കിൽ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ എന്ന് പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ ആർക്ക് ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത് r + dr ഇൻറ്റു d തീറ്റ ഇൻറ്റു 1 കൂടെ ഉണ്ട്. അപ്പോഴാണ് എന്താവുന്നത്? അത് ഏരിയ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയ നമ്മുടെ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിഗ്മ തീറ്റയാണ്. നോർമൽ സ്ട്രെസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് സിഗ്മ തീറ്റ ആക്ട് ചെയ്യുന്നത്. അത് നമ്മൾ നോൺ സ്ട്രെസ്സായിട്ട് എടുത്തു. ഓക്കെ, അതും ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇൻറ്റു dr കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് dr ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ dr × 1 ആണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പം അത് എന്തായിട്ട് മാറി? ഫോഴ്സായിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് d തീറ്റ ആംഗിൾ മാറിയാണല്ലോ അടുത്ത സർഫസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സർഫസ് എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? d തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ d തീറ്റ ആംഗിൾ മാറിയുള്ള ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തതിൻ്റെ സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വരും? സിഗ്മ തീറ്റ പ്ലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി നോൺ ഫംഗ്ഷൻ ഡോ തീറ്റയാണ്. കാരണം വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ തീറ്റ ഡയറക്ഷൻ. സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇതിന് വേരിയേഷൻ വരുന്നത്, സ്ട്രെസ്സിന് വേരിയേഷൻ വരുന്നത്. അപ്പോൾ സിഗ്മ തീറ്റ പ്ലസ് ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അതെന്ന് പറയുന്നത് എന്താണ്? d തീറ്റയാണ്. ഇൻറ്റു ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ദാറ്റ് ഈസ് dr × 1 ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ സർഫസുകളുടെ ഷിയർ സ്ട്രെസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യം നമുക്ക് റേഡിയൽ ഡയറക്ഷനിലെ ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ സിഗ്മ r ആയിരുന്നു നോൺ സ്ട്രെസ്. അതുപോലെ തന്നെ ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ r തീറ്റയാണ് ഇൻറ്റു ഏരിയ r × d തീറ്റ. അങ്ങനെയാണെങ്കിൽ dr ഡിസ്റ്റൻസ് മാറി ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെസ്സിൻ്റെ എന്തായിരിക്കും? സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടോ r തീറ്റ പ്ലസ് ഡോ r ഇൻറ്റു ടോ r തീറ്റ ഇൻറ്റു dr. ഡോ r വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. കാരണം എന്താ? വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ r ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇൻറ്റു എന്ത് ചെയ്തിരിക്കുകയാണ്? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്. അപ്പോൾ സർഫസിന് പാരലായിട്ടാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ടോ തീറ്റ r ആണ്. കാരണം തീറ്റ പ്ലെയിനിൽ r ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ രണ്ടും ഒരേ നൊട്ടേഷനിലാണ് എഴുതുന്നത്. കാരണം നമുക്കറിയാം ഇക്വാളിറ്റി ഓഫ് ക്രോസ് ഷിയർ വെച്ചിട്ട് രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പം ടോ തീറ്റ r ഇൻറ്റു dr. അപ്പം അത് d തീറ്റ ആംഗിൾ മാറിയുള്ള ഈ ഒരു പോയിൻറ്റിൻ്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്ട്രെസ്സിൻ്റെ എന്തായിരിക്കും? സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ടോ തീറ്റ r പ്ലസ് ഡോ തീറ്റ ഓഫ് ടോ തീറ്റ r ഇൻറ്റു d തീറ്റ ഇൻറ്റു dr കൊടുത്തിരിക്കുന്നത് എന്താണ്? ഏരിയ ആണ്. dr × 1 ആണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു സർഫസിൻ്റെ താഴോട്ട് ഒരു സർഫസ് ഉണ്ട്, യൂണിറ്റി ഉള്ള ലെങ്ത് ഉള്ള ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിൻ്റെ ഏരിയ ആണ് dr × 1 എന്ന്. അപ്പോൾ അത് എന്തായിട്ട് മാറി? ഫോഴ്സ് കമ്പോണൻ്റായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഫോഴ്സസും നമ്മൾ ഈ സർഫസിലെ എല്ലാ ഫോഴ്സസും നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പം കാർട്ടീഷ്യനിൽ ചെയ്ത പോലെ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എക്സ് ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും, ഇക്വിലിബ്രിയം ഇക്വേഷൻ വൈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യും, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇസഡ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെ ഡയറക്ഷൻസ് ആണ്? ഇക്വിലിബ്രിയം ഇക്വേഷൻ റേഡിയൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും, ഇക്വിലിബ്രിയം ഇക്വേഷൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ബോഡി ഫോഴ്സിൻ്റെയും കൂടെ നമുക്ക് എഴുതാം. ലെറ്റ് ബി ആർ ആൻഡ് ബി തീറ്റ ആർ ദി ബോഡി ഫോഴ്സസ് acting in radial and circumferential direction. Acting in radial and circumferential direction. ഓക്കെ, ഇനി നമുക്ക് റിസോൾവ് ചെയ്യണം. ഇപ്പോൾ റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം റേഡിയൽ ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനെ നമുക്ക് റേഡിയൽ ഡയറക്ഷനിലേക്ക് നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസോൾവിങ് the forces in radial directions. Resolving the forces in radial direction. We get radial direction. We get
ഇനി നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം പ്രൈമറി ആയിട്ട് ഏത് തന്നെ കൺസിഡർ ചെയ്യാം, സിഗ്മ ആർ ആർ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്ട്രെസ് ഗ്രേഡിയൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, അപ്പം ഇവിടോട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് ഗ്രേഡിയൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ആർ ആർ പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് സിഗ്മ ആർ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ പ്ലസ് ഡി ആർ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? നമ്മുടെ നോൺ സ്ട്രെസ്. പക്ഷേ അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? നെഗറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ അവിടെ വരും. ഓക്കെ, അപ്പോൾ മൈനസ് സിഗ്മ ആർ ആർ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, അപ്പം ഈ രണ്ട് സർഫസിലെ റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് സ്ട്രെസ്സസും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അടുത്ത നമുക്ക് എന്തെന്ന് കൺസിഡർ ചെയ്യാം? ഈ ഒരു രണ്ട് സർഫസും ഈ സൈഡിലുള്ള രണ്ട് സർഫസും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻക്ലൈൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലിനും വെർട്ടിക്കലിനും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ട്രെസ്സിനെയും ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട് റിസോൾവ് ചെയ്യാം? റേഡിയൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ആംഗിൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഡി തീറ്റയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈനും ഈ ഒരു സർഫസും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും? ഈ ഡി തീറ്റ ബൈ ടുവിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡി തീറ്റ ബൈ ടു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടലും ഇൻക്ലൈൻഡ് ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡി തീറ്റ ബൈ ടു ആണെങ്കിൽ ഈ ഇൻക്ലൈൻഡ് ലൈനിൻ്റെ പെർപെൻഡിക്കുലറും വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും എത്ര തന്നെയായിരിക്കും? ഡി തീറ്റ ബൈ ടു തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈ ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഡി തീറ്റ ബൈ ടു ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രണ്ട് സ്ട്രെസ്സുകളെയും താഴത്തെ സർഫസിലെ രണ്ട് സ്ട്രെസ്സും ഈ കാണുന്ന സൈഡിലെ ഈ രണ്ട് സ്ട്രെസ്സുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യാം. റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നതാണ് റേഡിയൽ ഡയറക്ഷൻ എന്നാണ്. അപ്പം ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സിഗ്മ തീറ്റ എന്ന് പറയുന്ന സ്ട്രെസ്സിനെ നമുക്ക് റേഡിയൽ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സിനെ നമുക്ക് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പം ഇത് നമ്മൾ റിസോൾവ് ചെയ്യുമ്പം ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈൻ ഡി തീറ്റ ബൈ ടുവും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ ഒരു സൈഡിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോഴത്തേന് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിളിൻ്റെ സൈഡിലേക്ക് റിസോൾവ് ചെയ്യുന്നുണ്ട്. അത് കോസ് ഡി തീറ്റ ബൈ ടുവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഓരോ എലമെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ടേമായ ഈ ഒരു സ്ട്രെസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ എഴുതുവാണ് പ്ലസ് ടോ ആർ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ഇൻറ്റു ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിനെ റേഡിയൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യണമെങ്കിൽ കോസ് ഓഫ് ഡി തീറ്റ ബൈ ടു കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇൻറ്റു എന്തുകൊണ്ട് വേണം? കോസ് ഓഫ് ഡി തീറ്റ ബൈ ടു. കോസ് ഡി തീറ്റ ബൈ ടു വെച്ച് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ് ഒരു സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് എങ്ങോട്ട് റിസോൾവ് ചെയ്യണം? ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ടു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിളിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. അപ്പം ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ബൈ ടു. പക്ഷേ അത് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് മൈനസ് ഓഫ് ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഡി തീറ്റ ബൈ ടു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്. ഇതിപ്പോൾ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്താലും ഈ സിഗ്മ തീറ്റയുടെ ഈ സ്ട്രെസ് ഗ്രേഡിയൻറ്റ് കൺസിഡർ ചെയ്താലും ഈ നോൺ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്താലും
രണ്ടും റിസോൾവ് ചെയ്യുമ്പോഴത്തേന് രണ്ടും ഏത് ഡയറക്ഷനിലേക്കാവും? നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. കാരണം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഈ ഒരു ആംഗിൾ d(θ/2) ആണെന്നറിയാം. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ഈ ഒരു സ്ട്രെസ് കമ്പോണൻ്റാണ് എഴുതുന്നത്. അതെന്ന് പറയുന്നത് മൈനസ് ഓഫ് സിഗ്മ θ പ്ലസ് δ/δθ ഓഫ് സിഗ്മ θ ഇൻറ്റു dθ ഇൻറ്റു dr ഏരിയ ഇൻറ്റു റിസോൾവ് ചെയ്യണം. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയത് കാരണം സൈൻ ഓഫ് d(θ/2). ഓക്കെ, മൈനസ് ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഈ ഒരു സ്ട്രെസ്സാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോഴ്സ് കമ്പൗണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ θ ഇൻറ്റു dr ഇൻറ്റു സൈൻ d(θ/2). കാരണം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ എല്ലാ സർഫസിലെയും ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എന്തുകൂടെ ഉണ്ട്? ബോഡി ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിലെ ബോഡി ഫോഴ്സ് കമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? BR ആണ്. ഓക്കെ, അപ്പോൾ BR എന്ന് പറയുന്നത് പ്ലസ് BR ഇൻറ്റു വോളിയം ഓഫ് ദി റേഡിയൽ കമ്പോണൻറ്റ്, അല്ലെങ്കിൽ റേഡിയൽ എലമെൻറ്റ് വോളിയം എന്ന് പറയുന്നത് എത്ര വരും? R ഇൻറ്റു dθ ഇൻറ്റു dr ഇൻറ്റു 1 ഉണ്ട്. 1 അവിടെ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതുകൊണ്ട് 1 എഴുതുന്നില്ല. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും നമ്മളിപ്പം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് റേഡിയൽ ഡയറക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കിനി സോൾവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ഈ കോസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. cos θ/2 സൈൻ θ/2 ഉണ്ട്. അപ്പം ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? dθ/2 ആണ് അല്ലേ? അപ്പോൾ dθ/2 എന്ന് പറയുന്നത് വളരെ എന്താണ്? ഒരു സ്മോൾ ആംഗിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് R ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈപ്പർന്യൂസും ഈ ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് ഹൈപ്പർന്യൂസിൻ്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ ചെറുതാകും തോറും ഈ രണ്ട് ലെങ്തും അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് വന്നുകൊണ്ടിരിക്കും? ഈക്വലായിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ കോസ് ഓഫ് dθ/2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് dθ/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർന്യൂസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് R ആണ്, ഹൈപ്പർന്യൂസ് എന്താണ്? R ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിട്ട് തന്നെ വരും? സെയിം ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ കോസ് dθ/2ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുപോലെ സൈൻ dθ/2ൻ്റെ വാല്യൂ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആണ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതൊരു ആർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്തും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു റേഡിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആംഗിളാണ്. അതിനോട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ dθ/2ൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എഴുതാം? dθ/2 ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനകത്തുള്ള കോസ് dθ/2ന് 1ഉം സൈൻ dθ/2ന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dθ/2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് നമുക്കൊരു ബോക്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് സിഗ്മ RR ഇൻറ്റു R ഇൻറ്റു dθ പ്ലസ് സിഗ്മ RR dr dθ പ്ലസ് δ/δr ഓഫ് സിഗ്മ RR dr ഇൻറ്റു അവിടെ dr² വരും. കാരണം ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ സിഗ്മ RRന് ഇതിനകത്ത് രണ്ട് ടേം ഉണ്ട്. രണ്ട് ടേമും കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തത് സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, dr ഇൻറ്റു dθ. അടുത്ത ഈ രണ്ടാമത്തെ ടേമിനെയും ഈ ഓരോ ടേമിനെയും കൊണ്ടും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് dr ഇൻറ്റു, അപ്പോൾ ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്, പിന്നെ ഉള്ളത് R ആണ്, R ഇൻറ്റു dθ ആണ്. ഓക്കെ, അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് പ്ലസ് δ/δr ഓഫ് സിഗ്മ RR ഇൻറ്റു dr ഇൻറ്റു ഇവിടെ എന്തുണ്ട്? ഒരു dr ഉണ്ട്, അപ്പോൾ dr² ഇൻറ്റു dθ. ക്ലിയർ ആണല്ലോ? മൈനസ് ഓഫ് സിഗ്മ RR ഇൻറ്റു R ഇൻറ്റു dθ, ഇവിടെ ഒരു R ഉണ്ടായിരുന്നേ, R ഇൻറ്റു dθ
പ്ലസ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത അപ്പോൾ ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ബൈ ടുവിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പം ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആർ. ഓക്കെ, പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ബൈ ടുവിൻ്റെ വാല്യൂ 1. ഓക്കെ, മൈനസ് ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ബൈ ടു അതിൻ്റെ വാല്യൂ എത്രയാണ് 1 ആണ്. ഓക്കെ, മൈനസ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു വീണ്ടും സൈൻ ആവശ്യമില്ല, സൈൻ ഡി തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ടു മൈനസ്, കാരണം ഈ മൈനസ് അകത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ടേം എന്തായി മാറും, മൈനസ് ആയിട്ട് മാറും. അപ്പോൾ മൈനസ് ഓഫ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ടു ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഡി തീറ്റ ബൈ ടുവിനെ ഡി തീറ്റ സ്ക്വയർ ബൈ ടു എന്ന് എഴുതി. ഓക്കെ, മൈനസ് അടുത്ത എന്താണ്, സിഗ്മ തീറ്റ തീറ്റ ഡി ആർ ഇൻറ്റു സൈൻ ഡി തീറ്റ ബൈ ടു ആണ്. അതിനെ നമുക്ക് എന്ത് എഴുതാം, ഡി തീറ്റ ബൈ ടു എന്ന് എഴുതാം. പ്ലസ് ബി ആർ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഈസ് ഈക്വൽ ടു 0. നിങ്ങൾ നോക്കിയേ, ഇതിനകത്തിൽ ഡി ആർ സ്ക്വയറിൻ്റെ ഒരു ടേമുണ്ട്, ഡി തീറ്റ സ്ക്വയറിൻ്റെ ഒരു ടേമുണ്ട്. ഡി ആർ തന്നെ നമുക്കറിയാം വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ചെറുതാവുകയാണ്. അപ്പം വീണ്ടും നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പം നമുക്ക് ഇത് അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്യാം, ഇക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം, രണ്ട് സ്ക്വയറിൻ്റെ ടേം ആയതുകൊണ്ട്. ഓക്കെ, ഇനി ബാക്കി പിന്നെ വേറെ ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം, സിഗ്മ ആർ ഇൻറ്റു ഡി തീറ്റ ക്യാൻസൽ ചെയ്യാം. അതുപോലെ മൈനസ് ഓഫ് സിഗ്മ ആർ ഇൻറ്റു ഡി തീറ്റ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതുപോലെ ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആറും ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആറും രണ്ടും സെയിം തന്നെയാണ്. ടോ ആർ തീറ്റ എന്ന് പറഞ്ഞാൽ ടോ തീറ്റ ആർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അതും പോയിട്ട് ബാക്കി എന്ത് വരും, ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തെടുക്കാണ്ട് ബാക്കി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടേമിലും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഡി ആർ ഇൻറ്റു ഡി തീറ്റ. എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ മതി, ഡി ആർ ഇൻറ്റു ഡി തീറ്റ, എല്ലായിടത്തും ഡി ആർ ഇൻറ്റു ഡി തീറ്റ ഉണ്ട്. അപ്പോൾ ഡി ആർ ഇൻറ്റു ഡി തീറ്റ എല്ലാ ടേമിൽ നിന്ന് കോമൺ എടുക്കാം. അത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ വാല്യൂ എന്തായിപ്പോൾ 0 ആയിപ്പോൾ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഈ ഒരു ടേമും എന്താണ്, രണ്ട് സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേന് മൈനസ് ഓഫ് 2 ഇൻറ്റു എന്ന് പറഞ്ഞു വരും. ഇവിടെ താഴെ എന്തുണ്ട്, ഒരു 2 ഉണ്ട്. അപ്പോൾ ആ രണ്ട് 2 ക്യാൻസൽ ആയിപ്പോഴും മൈനസ് ഓഫ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇനി അതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സിഗ്മ ആർ പ്ലസ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു സിഗ്മ ആർ ഇൻറ്റു ഇവിടെ എന്തുകൂടെ ഉണ്ട്, ഒരു ആറും കൂടെ ഉണ്ട്. ഓക്കെ, ഇൻറ്റു ആർ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ മൈനസ് ഓഫ് ഈ രണ്ട് ടേം കൂടെ കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഡി തീറ്റ ഉണ്ട്, അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. പ്ലസ് ബി ആർ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്, ഡിവൈഡിങ് ബൈ ആർ. അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇത്രയും എഴുതിയാലും മതി, കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഇതിനെ ടെക്സ്റ്റിലൊക്കെ എഴുതിയിരിക്കുന്ന വേറൊരു ഫോമിലേക്കാണ്. അപ്പോൾ അത് ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ 6 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ 6 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എങ്ങനെ വരും, ദാറ്റ് ഈസ് സിഗ്മ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ഇവിടെ ന്യൂമറേറ്ററിൽ 6 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് സിഗ്മ ആർ പ്ലസ് ഇവിടെ ഡോ തീറ്റ ഡോ ആറിൻ്റെ ആവശ്യമില്ല, 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഡോ ആർ തീറ്റ മൈനസ് സിഗ്മ തീറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് അതുപോലെ ഇവിടെയും ഡോ തീറ്റ ഡോ ആറിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ കോമൺ എടുത്തു, റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് 0 ആയി അതിൻ്റെ വാല്യൂ. പ്ലസ് ബി ആറിൻ്റെ കൂടെ ഒരു 6 ഉണ്ട്. അപ്പം 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 6 പറഞ്ഞ് ക്യാൻസൽ ആയിപ്പം പ്ലസ് ബി ആർ ഈസ് ഈക്വൽ ടു 0. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഡോ ബൈ ഡോ ആർ ഓഫ് ഈ ഒരു ടേം ഫസ്റ്റ് എഴുതി, ഡോ ബൈ ഡോ ആർ ഓഫ് സിഗ്മ ആർ പ്ലസ് സെക്കൻഡ് ടേം 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ. ഓക്കെ, പ്ലസ് ഓഫ്
ഈ ടേമും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടിടത്ത് ഏത് കോമൺ എടുക്കാനുണ്ട് 1/r കോമൺ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് സിഗ്മ RR മൈനസ് സിഗ്മ തീറ്റ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ബോഡി ഫോഴ്സ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇതാണ് റേഡിയൽ ഡയറക്ഷനിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ വരെ ഓർക്കുന്നുണ്ടെങ്കിൽ അവിടെ വരെ എഴുതിയാലും മതി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോമിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്തത്? റേഡിയൽ ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിസോൾവിങ് ദി ഫോഴ്സസ്, ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ റിസോൾവിങ് ദി ഫോഴ്സസ് ഇൻ circumferential resolving forces in circumferential direction. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ഫിഗർ എന്നോട് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് എല്ലാ ഫോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്തു? ഈ റേഡിയൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്തു. ഇനി റേഡിയൽ ഡയറക്ഷൻ്റെ ഓർത്തോഗണൽ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡയറക്ഷൻ്റെ ഓർത്തോഗണൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷൻ തന്നെയാണ് അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സർഫസിലെ ഫോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്ക് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിഗ്മ തീറ്റയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ തീറ്റ വിത്ത് റെസ്പെക്ട് ടു സർഫസ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ വെർട്ടിക്കലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അത് നമുക്കറിയാം എത്രയാണ്? d(θ/2 ആണെന്നറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങോട്ട് റിസോൾവ് ചെയ്യാം? സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്ക് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ റിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിളിൻ്റെ സൈഡിലേക്ക് ഈ ഒരു സ്ട്രെസ്സിനെ റിസോൾവ് ചെയ്യാം. അപ്പോൾ കോസ് ഓഫ് d(θ/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ് ടൈം എങ്ങോട്ട് റിസോൾവ് ആവും? ഈ ഒരു സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് നമുക്ക് നോക്കിയാൽ ഈ സ്ട്രെസ് നോക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? കോസ് ഓഫ് d(θ/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലെ സ്ട്രെസ് കമ്പൗണ്ട്. പക്ഷേ ഇത് ആക്ട് ചെയ്യുന്ന നെഗറ്റീവിലും ഈ ഒരു സ്ട്രെസ് കമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലുമാണ്. ഓക്കെ, ഇനിയും വേറെ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഷിയർ സ്ട്രെസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും ഇൻക്ലൈൻഡ് ആയിട്ടാണ്, അല്ലേ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെർട്ടിക്കൽ ഡയറക്ഷനിലല്ല, റേഡിയൽ ഡയറക്ഷനിലെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. പക്ഷേ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയത് കാരണം സൈൻ ഓഫ് d(θ/2 വെച്ച് നമ്മൾ ഈ ഒരു സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ എഴുതിയിരിക്കുന്ന ഷിയർ കമ്പോണൻറ്റിനെ ആംഗിളിൻ്റെ ഇതാണ് d(θ/2 ആണ്, അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിസോൾവ് ചെയ്യണം, അല്ലേ? അത് സൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ τθr ഇൻറ്റു കോസ് ഓഫ് d(θ/2, കാരണം ഈ ഒരു ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? കോസ് d(θ/2 ആണ്. അപ്പോൾ കോസ് d(θ/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് ഈ ഒരു സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റേഡിയൽ ഈ കർവ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് തന്നെ ഏത് ഡയറക്ഷനിലാണ്? സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഈ ഒരു സ്ട്രെസ് ടൈം കൺസിഡർ ചെയ്യുന്നത് അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എഴുതാൻ പോകുന്നത് ഈ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ട്രെസ് കമ്പോണൻസുമാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിഗർ വരച്ചിട്ട് അത് വെച്ച് ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് എഴുതുവാണ്. It is sigma theta plus dou by dou theta of sigma theta into d(θ) into dr into ആംഗിളിൻ്റെ സൈഡിലേക്കാണ് റിസോൾവ് ചെയ്യുന്നത് കോസ് d(θ/2). സ്ട്രെസ് പോസിറ്റീവ് ഡയറക്ഷനാണ്, അപ്പോൾ പോസിറ്റീവ് ടൈം വന്നു. മൈനസ് ഓഫ് സിഗ്മ തീറ്റ ഇൻറ്റു dr ഇൻറ്റു കോസ് ഓഫ് d(θ) ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി ആ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ സ്ട്രെസ് ഗ്രേഡിയൻറ്റ് പോസിറ്റീവാണ്. രണ്ടും അവിടെ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഓൾറെഡി ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് എഴുതാം പ്ലസ് τθr പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് τθr ഇൻറ്റു d(θ) ഇൻറ്റു dr ഇൻറ്റു സൈൻ ഓഫ് d(θ) ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പ്ലസ് τθr ഇൻറ്റു dr ഇൻറ്റു സൈൻ ഓഫ് d(θ) ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്ത് നമുക്ക് കേർവ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന രണ്ട് സ്ട്രെസ് കമ്പോണൻസ് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രെസ് കമ്പോണൻറ്റും ഈ r(θ) ഇൻറ്റു r ഇൻറ്റു d(θ) എന്ന് പറയുന്ന സ്ട്രെസ് കമ്പോണൻറ്റ് അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് r(θ) പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് r(θ) ഇൻറ്റു d(θ
ഇൻറ്റു ആർ പ്ലസ് ഡി ആർ ഇൻറ്റു ഡി തീറ്റ മൈനസ് ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ. അപ്പം എല്ലാ സർഫസിലെയും ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ബോഡി ഫോഴ്സാണ്. അപ്പോൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ആയതും ബോഡി ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബി തീറ്റ ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു വൺ ആയതുകൊണ്ട് അവിടെ എഴുതുന്നില്ല. ഓക്കെ, ഈസിക്കൽ ടു 0. അപ്പോൾ വോളിയം വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ നെറ്റ് എഫക്റ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് എഴുതാം. ദറ്റ് ഈസ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ. ആദ്യം ഈ കോസ് ഓഫ് ഡി തീറ്റ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഡി ബൈ ഡി തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ മൈനസ് സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു കോസ് ഓഫ് ഡി തീറ്റ ബൈ 2ൻ്റെ വാല്യൂ 1 പ്ലസ് ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു സൈൻ ഓഫ് ഡി തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ തീറ്റ ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ബൈ 2. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഒരു ഡി തീറ്റ, ഇവിടെ ഓൾറെഡി ഒരു ഡി തീറ്റ ഉണ്ട്, ഇവിടെ ഒരു ഡി തീറ്റ ഉണ്ട്. അപ്പോൾ എന്താവും? ഡി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പ്ലസ് ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2 സൈൻ ഡി തീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ 2 പ്ലസ് അടുത്ത ഇത് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് ടോ ആർ തീറ്റ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഇത് ഈ ടേമിനെ ഇവിടെ 2 ടേം ഉണ്ട്, 2 ടേം കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ടോ ആർ തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു വെളിയിൽ ഡി തീറ്റ ഉണ്ട് പ്ലസ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ പ്ലസ് അടുത്ത സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ആർ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ആർ സ്ക്വയർ. സോറി, ഫസ്റ്റ് ഈ ടേം ആഡ് ചെയ്യാം. ഡി ആർ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ പ്ലസ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു ടോ ആർ തീറ്റ ഡി ആർ ഇൻറ്റു ഡി ആർ സ്ക്വയർ ഡി തീറ്റ മൈനസ് ഓഫ് ടോ ആർ തീറ്റ ആർ ഇൻറ്റു ഡി തീറ്റ പ്ലസ് ബി തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ ഡി ആർ ഈസിക്കൽ ടു 0. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ എഴുതിയിരിക്കുന്നതിനകത്ത് നിന്ന് ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം? സിഗ്മ ആർ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു 1, അതുപോലെ തന്നെ സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു 1, അതുപോലെ ഇവിടെ മൈനസ് സിഗ്മ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു 1. അപ്പോൾ നമുക്ക് ഈ 2 ടേം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഒരു മൈനസ് ടോ ആർ തീറ്റ ഇൻറ്റു ആർ ഡി തീറ്റയും ഇവിടെ ഒരു പ്ലസ് ടോ ആർ തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ ഉണ്ട്. ആ 2 ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ക്വയർ വരുന്ന ടേംസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഡി തീറ്റ സ്ക്വയർ വരുന്നൊരു ടേം ഉണ്ട്, അത് നെഗ്ലക്റ്റ് ചെയ്യാം. അതുപോലെ ഡി ആർ സ്ക്വയർ വരുന്നൊരു ടേം ഉണ്ട്, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഈ എഴുതിയിരിക്കുന്ന ഒരു ടേം. ഇത് കോമൺ ആയിട്ട് വരുന്ന ടേമാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാൽ മതി, 2 ഇൻറ്റു എന്ന് പറഞ്ഞ് വരും. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു 2 ഉണ്ട്. അപ്പോൾ ആ 2 2 കൊണ്ട് ക്യാൻസൽ ആയിപ്പോഴും ഫൈനലി എന്ത് വരും? ടോ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കി പ്രത്യേകിച്ചൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. പിന്നെ നമുക്ക് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ടേംസിലും കോമൺ ആയിട്ട് എടുക്കാനുള്ളത് എന്താണ്? ഡി ആർ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ എല്ലാ ടേംസിലും നമുക്ക് ഡി ആർ ഇൻറ്റു ഡി തീറ്റ നമുക്ക് വെളിയിലെടുക്കാം. അത് റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ ബാക്കി ടേംസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇട്ട് എഴുതാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ പ്ലസ് ടോ തീറ്റ ആർ, പിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ ടോ തീറ്റ ആർ അല്ലെങ്കിൽ ആർ തീറ്റ. അപ്പോൾ ഇവിടെ ആർ തീറ്റ എന്ന് തന്നെ നമുക്ക് അങ്ങ് എഴുതാം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ടോ ആർ തീറ്റ, അടുത്ത ടോ ആർ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ആർ, ഇവിടെ ഒരു ആറും കൂടി ഉണ്ട്, ആർ പ്ലസ് ബി തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ നമ്മൾ കോമൺ എടുത്തു. ഓക്കെ, എല്ലായിടത്തും കോമൺ ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് എഴുതാം, ഞാൻ എഴുതുന്നില്ല. ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ഇസിക്കൽ ടു 0 ആണ്. റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വാല്യൂ എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. ഓക്കെ, ഇനിയും ഒന്നീ നിങ്ങൾക്ക് ഇവിടെ തന്നെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഇക്വേഷനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തെ എന്താവും? 2 ടോ ആർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ. അവിടെ ആർ ഇല്ലായിരുന്നു, ആറിന് ടൈം ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡഡ് ബൈ
പ്ലസ് ഇവിടെ ഒരു ആറിൻ്റെ ടേം ഓൾറെഡി ന്യൂമറിലുണ്ട്, അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആകും. ബാക്കി എന്തെങ്കിലും ഡോ ബൈ ഡോ ആർ ഓഫ് ടോ ആർ തീറ്റ പ്ലസ് ഇവിടെ ഒരു ആറിൻ്റെ ടേം ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ബി തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് ടോ ആർ തീറ്റ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ തീറ്റ പ്ലസ് 2 ഇൻറ്റു ടോ ആർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ബി തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. ഓക്കെ, താങ്ക് യു.